ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരാളാണ് 2011 കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ കേരളത്തിൽ നയിച്ചത്. ഇത്രയും കരുത്തരായ ശക്തനായ ഒരു നേതാവാണോ, അല്ലെങ്കിൽ VD സതീശൻ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ KC വേണുഗോപാൽ ആ ഒരു ഇതിലേക്ക് ആയിട്ടുണ്ടോ? ഇത് എല്ലാ കാലത്തും ഉയരുന്നൊരു ചോദ്യമാണ്. ഇതിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നത് പിന്നെ PT ചാക്കോ ഉണ്ടായിരുന്നു, CK ഗോവിന്ദൻ നായർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പനമ്പള്ളി ഉണ്ട്, CM സ്റ്റീഫനുണ്ട്. ഇങ്ങനൊരു വലിയ നേതൃനിരയൊക്കെയുണ്ട്. പക്ഷെ അവരൊക്കെ പിന്നെ മൺമറഞ്ഞപ്പോഴൊക്കെ കൃത്യമായിട്ട് പുതിയ നേതാക്കൾ വന്നു. ഇപ്പോൾ ഉദാഹരണം പറയാം, 1967 69 കാലത്ത് K കരുണാകരനായിരുന്നു ആദ്യമായിട്ട് പാർലമെന്റ് പാർട്ടി ലീഡർ ആവുന്നത്. അന്ന് അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നില്ല. പാൻ കേരള ഫേസിലേക്ക് അദ്ദേഹം വരുന്നതേ ഉള്ളൂ. അന്ന് പലരും ഈ ചോദ്യം ചോദിച്ചായിരുന്നു. പക്ഷേ 70 കോൺഗ്രസ് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയല്ലോ, 77 വരെ ആ ഭരണം നിലനിന്നു. അപ്പോൾ അത്തരം ചോദ്യത്തിൽ കഴമ്പില്ല. ഓരോ നേതാക്കളും ഒരു ഘട്ടത്തിൽ വലിയ പരിവേഷം ആർജിച്ചു അവർ കടന്നു പോകുമ്പോൾ അതിന് കൃത്യമായിട്ട് അതിൻ്റെ സക്സസേഴ്സ് വരുന്നുണ്ട്.